സ്വർണം എന്നത് ലോകമെമ്പാടും ആരാധകരുള്ള ലോഹമാണെന്നതിൽ വലിയ തർക്കമില്ല. ആ ജനപ്രീതിയാണ് സത്യത്തിൽ വിലക്കയറ്റത്തിന് പിന്നിലെ കാരണങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം ഓർമ്മയില്ലേ? ആഗോള സാമ്പത്തിക പ്രതിസന്ധി ലോകമെമ്പാടുമുള്ള വിപണികളിലും വ്യവസായങ്ങളിലും നയരൂപീകരണങ്ങളിലും വലിയ പുനർവിചിന്തനങ്ങൾക്ക് വഴിയൊരുക്കി. ആ പുനർവിചിന്തനമാണ് സ്വർണത്തിന്റെ തലവര മാറ്റിയത്. വേൾഡ് ഗോൾഡ് കൗൺസിൽ ചീഫ് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് ജോൺ റീഡ് ഉൾപ്പെടെ ഇത് സമ്മതിക്കുന്നുമുണ്ട്. ആ കാലയളവിലായിരുന്നു സ്വർണത്തിന്റെ വില ആദ്യമായി 10,000 രൂപ കടക്കുന്നത്. 17 വർഷവും 1 മാസവും പിന്നിടുമ്പോൾ അതിന്റെ എത്തി നിൽക്കുന്നത് 1,00,000-ലാണ്. 2008 ശേഷം സ്വർണത്തിനുള്ള ആവശ്യക്കാർ ഗണ്യമായി ഉയർന്നു. US ഡോളറിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ 2008 സ്വർണ്ണവില 5.6% വർദ്ധിച്ചതെങ്കിൽ 2009 അത് 23.4%, 2010 29.5% എന്നിങ്ങനെയായിരുന്നു യഥാക്രമം വർധന. സ്വർണം ഒരു വിശ്വാസ്യതയുള്ള നിക്ഷേപമായി മാറിയതായിരുന്നു അതിനു പിന്നിലെ കാരണം. ഇന്ത്യയിൽ വെറും 3 വർഷം കൊണ്ട് 21,000-ലേക്കാണ് എത്തിയത്. സെൻട്രൽ ബാങ്കുകൾക്ക് പുറമെ ആളുകളും നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടാൻ ആരംഭിച്ചു. ഇന്ത്യയിലെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല, പ്രത്യേകിച്ചും കേരളത്തിൽ. പിന്നീട് അങ്ങോട്ട് യുദ്ധം, സാമ്പത്തിക പ്രതിസന്ധി, ട്രംപിന്റെ താരിഫ് യുദ്ധം എന്നിങ്ങനെ സാമ്പത്തിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്ന എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം സ്വർണത്തിന് മാറ്റുകൂട്ടുകയായിരുന്നു. കോവിഡ് കാലവും ഈ വിലക്കയറ്റത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്.